ഹലോ, എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടത് ഒരു ഇലയട ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. ഇലയട ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പ് വറുത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കുതിർത്ത് വെക്കണം. ഒരു 5 മിനിറ്റ് നേരം ഇത് കുതിർത്ത് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അടക്ക് വേണ്ടിയുള്ള മറ്റുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കാം. മൂടി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം നമുക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ളതാണിത്. 4ആയി കീറി പകുതിയാക്കിയിട്ടുള്ളതാണ് ഇത്. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങയാണ് ഇട്ട് കൊടുക്കേണ്ടത്. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചിരകിയ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പൊടിച്ച ഏലക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂണോളം നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം നെയ്യിൽ റോസ്റ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മളിനി വാഴയിലയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇതാ നമ്മൾ വാഴയിലയെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ സേമിയ മിക്സ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ഇതേ രീതിയിൽ മടക്കിയെടുക്കാം. എന്നിട്ട് അപ്പച്ചെമ്പിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിതെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി അപ്പച്ചെമ്പിൽ വെള്ളം വെച്ച് അതിലേക്ക് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായി വരും. അപ്പോൾ ഇത് പുഴുങ്ങിയെടുക്കാം. ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അടയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി എടുക്കാം. തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് പുറത്തെടുത്ത് വെക്കാം. അപ്പോൾ നമ്മളിത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ രുചികരമായ സേമിയ ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയണേ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.